Good morning guys. Billion Brother Vlogs in a പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഞാനൊരു റൈഡിംഗ് കേസിനെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. റൈഡിംഗ് കേസിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും അവർ തരുന്ന പ്രൊട്ടക്ഷനെ കുറിച്ചും സേഫ്റ്റി ഫീച്ചേഴ്സിനെ കുറിച്ചൊക്കെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഇന്നലെ ഞായറാഴ്ച ഞങ്ങൾ ഉളുപ്പണിക്ക് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് റൈഡേഴ്സ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഉളുപ്പണിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴിക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഉളുപ്പണിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴിക്ക് മുട്ടം ആ റേഞ്ച് എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു കൊച്ച് വട്ടം ചാടുകയും ആ കൊച്ച് കുഞ്ഞു കൊച്ചാണ്, എന്താണെന്നറിയില്ല, ആ കൊച്ച് വട്ടം ചാടി പെട്ടെന്ന്. അപ്പോൾ ഞങ്ങളുടെ എൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്ന റൈഡർ ആ കൊച്ചിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സൈഡിലേക്ക് വണ്ടി ആക്കുകയും പെട്ടെന്ന് ബ്രേക്ക് പിടിച്ച് സൈഡിലേക്ക് ആക്കുന്ന സമയത്ത് ഞാൻ പുറകെ നിന്ന് വരുമായിരുന്നു. അപ്പോൾ ഞാൻ ഈ കൊച്ചിനെ ശരിക്കും പറഞ്ഞാൽ കണ്ടിട്ടില്ല. പെട്ടെന്ന് ഈ മുമ്പിലത്തെ റൈഡർ ഇങ്ങനെ ബ്രേക്ക് പിടിച്ച് എൻ്റെ സൈഡിലേക്ക് ആക്കി കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ പോയി ഞാൻ പെട്ടെന്നാക്കി കഴിഞ്ഞപ്പോൾ ഞാനും ബ്രേക്ക് പിടിച്ചു. പക്ഷേ റിയാക്ഷൻ ടൈം വളരെ കുറവായിരുന്നു. നമ്മൾ ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ ആ ഇടി നടന്നു. ഞാനും ആ മുമ്പിൽ പോകുന്ന റൈഡറും കൂടെയാണ്. അതായത് ഞാനിങ്ങനെ വരുമ്പോൾ ആ റൈഡർ എവിടെയായിരുന്നു, പെട്ടെന്ന് എൻ്റെ ബ്രേക്ക് പിടിച്ച് പെർപെൻഡിക്കുലർ ആയിട്ട് എൻ്റെ ഡയറക്ഷനിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് പോയി അങ്ങോട്ട് ബ്രേക്ക് പിടിച്ചെങ്കിൽ പോലും നിന്നില്ല. പക്ഷെ ബ്രേക്ക് പിടിച്ചുകൊണ്ട് വലിയ ഇടി നടന്നില്ല, ചെറിയ ഇടി നടന്നുള്ളൂ. അതുകൊണ്ട് ഞങ്ങളുടെ രണ്ടുപേരുടെ വണ്ടികൾ തമ്മിൽ കൂട്ടിയിടിച്ച് ഞങ്ങൾ വീഴുകയാണ് ചെയ്തത്. പക്ഷെ ആ ബേബിക്ക് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല, താങ്ക് ഗോഡ്. അതിന് വലിയൊരു നന്ദി. കാരണം ബേബി ഇത് കണ്ട് പേടിച്ച് ബേബി ഓടിപ്പോയെന്ന് എനിക്ക് തോന്നാൻ അറിയത്തില്ല. പക്ഷേ ഇടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ റോഡിലേക്ക് പോയി, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന റൈഡറും റോഡിൽ വീണു, ഞങ്ങളുടെ രണ്ടുപേരുടെ വണ്ടി മറിഞ്ഞു. വണ്ടിക്ക് ചെറിയ പണിയൊക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങൾക്ക് റൈഡിങ് ഗിയേഴ്സും കാര്യങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് ഒന്നും തന്നെ പറ്റിയിട്ടില്ല. കാരണം എല്ലാം തന്നെ റൈഡിങ് ഗിയേഴ്സ് താങ്ങി. എങ്കിലും അതിനകത്തെന്ന് പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞാൽ ഞാനാണെങ്കിൽ ഈ വ്ളോഗ് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ വ്ളോഗ് ചെയ്തുകൊണ്ട് പോണ സമയത്ത് ഞാൻ ഗ്ലൗസ് വെയർ ചെയ്തിട്ടില്ലായിരുന്നു. കാരണം ആ സമയത്ത് ഗ്ലൗസ് വെച്ച് ഇത് നെക്കാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് ആ സമയത്ത് എനിക്ക് ഗ്ലൗസ് വെയർ ചെയ്യാത്തതുകൊണ്ട് കയ്യിൽ ചെറിയ കുറച്ച് സ്ക്രാച്ചസും കാര്യങ്ങളും മാത്രമാണ് വന്നിട്ടുള്ളത്. കാരണം ഈ സ്ക്രാച്ചസ് പോലും എനിക്ക് വരില്ലായിരുന്നു, ലൈക്ക് ഞാൻ ആ ഗ്ലൗസ് ഇടുമായിരുന്നെങ്കിൽ. അത് ഞാൻ കാണിച്ച ഒരു മണ്ടത്തരമാണ്. കാരണം ബാക്കിയുള്ള എല്ലാ റൈഡിങ് ഗിയറും ഇട്ടു, ഗ്ലൗസ് മാത്രം ഞാൻ ഇട്ടില്ല. ഗ്ലൗസും ഗിടും ഇടുമായിരുന്നെങ്കിൽ എനിക്ക് ഈ കയ്യിലുള്ള സ്ക്രാച്ചസും കാര്യങ്ങളും ഒന്നിനും വരില്ല. ഭയങ്കര മൈന്യൂട്ടായിട്ടുള്ള സ്ക്രാച്ചസ് ആണ്. അത് വളരെ പെട്ടെന്ന് ഉണങ്ങി, ഇപ്പോൾ ഓക്കെ ആയി, എല്ലാം സെറ്റാണ്. പക്ഷേ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന റൈഡറിന് പോലും ഒന്നും വലിയ കാര്യങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ല. വണ്ടിക്കാണ് ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ പറ്റിയിട്ടുള്ളത്. അത് ഞാൻ പറയാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ തെറിച്ച് വീണത് ഈ റൈഡിങ് ഗിയർ ഒന്നും ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ശരിക്കും പറ്റിയത്. കാരണം റോഡിലേക്കാണ് നമ്മൾ വീഴുന്നത്. റോഡിലേക്ക് വീഴുമ്പോൾ ടാറാണ്, നല്ല ഉഗ്രനായിട്ട് തൊലി പോവും, കല്ലൊക്കെ കയറിയിരിക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടാവും. പക്ഷെ ഞാൻ നേരെ വീണത് ചെരിഞ്ഞാണ് വീണത്. അപ്പോൾ ആദ്യമേ ചെന്ന് ഇടിച്ചത് എൻ്റെ കൈയാണ്, ഈ ഒരു ഭാഗത്ത് മൊത്തം. അപ്പോൾ റൈഡിങ് ജാക്കറ്റ് ഉള്ളതുകൊണ്ട് അത് മൊത്തത്തിൽ താങ്ങി. പിന്നെ പോയി ഇടിച്ചത് എൻ്റെ മുട്ട് ഇടിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ പാഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെ കീറിയിട്ട് വരെ ഉണ്ട്. ആ വീഡിയോ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ റൈഡിങ് ഗിയറിൻ്റെ റൈഡിങ് പാൻറ്റിൻ്റെ ആ മുട്ടിൻ്റെ ഭാഗത്തായിട്ട് കീറുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ബാക്കിൽ ആ റൈഡിങ് പാൻറ്റിൻ്റെ ബാക്കിലായിട്ട് തന്നെ ഇച്ചിരി കീറലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുമാത്രമാണ് എൻ്റെ റൈഡിങ് പാൻറ്റിൽ വന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ എൻ്റെ റൈഡിങ് ബൂട്ടാണ്. എൻ്റെ റൈഡിങ് ബൂട്ടിൽ ഇച്ചിരി റോഡിൽ ചെറുതായിട്ടൊന്ന് ഡ്രാഗ് ആയിരുന്ന സമയത്ത് എൻ്റെ റൈഡിങ് ബൂട്ടിലേക്കുള്ള ബാക്കിയുള്ള ഇമ്പാക്റ്റുകളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ റൈഡിങ് ബൂട്ടിലെ ചെറിയ വേറൊന്നുമില്ല, ഇച്ചിരി സ്ക്രീച്ച് ഓഫ്, ചെറിയ ടോണൊന്നും ആയിട്ടില്ല, സ്ക്രീച്ച് ഓഫ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, സ്ക്രാച്ചുകളും കാര്യങ്ങളൊക്കെ എൻ്റെ ബൂട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. കാരണം അതുപോലെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ബൂട്ടിൽ ആ മെറ്റൽ പാർട്ട് ഇച്ചിരി ഒരയണമെങ്കിൽ ഞാൻ വേറെ വല്ല സാധാ ഷൂവോ എല്ലാം ഇട്ടിരിക്കുന്നെങ്കിൽ അതിനേക്കാളും ഡാമേജ് ആയിരുന്നു തന്നെ. കാരണം ആ ഇടിച്ചപ്പോൾ ആ ബൂട്ടിൻ്റെ പ്രൊട്ടക്ഷൻ ഉള്ളത് കൊണ്ട് എൻ്റെ കാലിലും ഒന്നും തന്നെ പറ്റിയിട്ടില്ല. പിന്നെ പറ്റിയെന്ന് പറയുന്നത് എൻ്റെ ഹെൽമെറ്റ് നേരെ പോയി, ലൈക്ക് ഞാൻ കമന്നാണ് റോഡിലേക്ക് വീണത്. അപ്പോൾ റോഡിലേക്ക് വീണപ്പോൾ ആദ്യം തന്നെ പോയി ഇടിച്ചത് ഹെൽമെറ്റിന് ഇടിച്ചത് ഈ താടയുടെ പോർഷനാണ്. അപ്പോൾ ഈ താടയുടെ പോർഷനും കൂടെ ഹാഫ് വേസ്റ്റ് ഹെൽമെറ്റ്സ് വല്ലതുമാണ് ഞാൻ ഉപയോഗിച്ചതെങ്കിൽ ഹെൽമെറ്റിൻ്റെ ഗുണം പോലും എനിക്ക് കിട്ടത്തില്ലായിരുന്നു. അതുകൊണ്ട് ഈ ഒരു വീഡിയോ എനിക്ക് പറയാനുള്ള മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹാഫ് ഫേസ്ഡ് ഹെൽമെറ്റ്സ് പരമാവധി ഒഴിവാക്കുക. ബിക്കോസ് ഫുൾ ഫേസ്ഡ് ഹെൽമെറ്റ്സ് ആയതുകൊണ്ട് എനിക്കൊന്നും തന്നെ പറ്റിയില്ല. പിന്നെ എനിക്ക് ഇവിടെ ഒരു മൗണ്ട് ഉണ്ടായിരുന്നു, ഹെൽമെറ്റ് മൗണ്ട്. ആ മൗണ്ട് ആയി തന്നെ പൊട്ടിപ്പോയി. എൻ്റെ ഫോൺ ഞാൻ അതിനകത്താണ് വ്ളോഗ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഫോണും തെറിച്ച് പോയി. എന്താണെന്ന് ഒരു പിടുത്തം. അത് എവിടെ കുറേ കഴിഞ്ഞിട്ടാണ് എനിക്കിത് കിട്ടിയത്. ഞങ്ങളുടെ റൈഡറുള്ള ഒരാൾ കൈ വെച്ചിട്ട് ഞങ്ങൾ പിന്നെ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആ ഒരു ഫോൺ അന്നേരം അവർ എനിക്ക് തരുന്നത്. അതിന് മുമ്പ് എൻ്റെ ഫോൺ പോയായിരുന്നു.
അങ്ങനെയാണ് പറ്റിയത്. പിന്നെ മെയിനായിട്ട് പറ്റിയത് എൻ്റെ വണ്ടിക്കാണ്. എൻ്റെ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ആയി തന്നെ പോയി. കാരണം ഞങ്ങളുടെ രണ്ടുപേരുടെയും പെർപെൻഡിക്കുലറായിട്ട് വന്നപ്പോൾ ഞങ്ങളുടെ വണ്ടിയുടെ എനിക്ക് തോന്നുന്നു ഇടിച്ചത് രണ്ടും കൂടെ ഫ്രണ്ട് കൂട്ടിയാണ് ഇടിച്ചത്. ഞങ്ങളുടെ രണ്ടുപേരുടെ വണ്ടിയുടെ ഫ്രണ്ടാണ് ഇടിച്ചത്. അപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട് ഇടിച്ച് കഴിഞ്ഞപ്പോൾ അവർ പുള്ളിക്കാരനും എൻ്റെ മറ്റേ റൈഡറും താഴെ പോയി, ഞാനും താഴെ പോയി. പക്ഷേ ഞങ്ങളുടെ വണ്ടിയുടെ ഫ്രണ്ട് ഭാഗത്ത് രണ്ടുപേർക്കും തന്നെ കാര്യമായിട്ടല്ല, എന്നാലും കുറച്ച് പണികളുണ്ട്. കാരണം ഹെഡ്ലൈറ്റ് ആയി തന്നെ പൊട്ടിപ്പോയി. പിന്നെ നമ്മുടെ വണ്ടി ഇച്ചിരി ഡ്രാഗായിട്ട് ക്രാഷ് ഗാർഡ് ഉള്ളതുകൊണ്ട് ക്രാഷ് ഗാർഡിൽ വണ്ടി കുറേ താങ്ങി എൻ്റെ ക്രാഷ് ഗാർഡ് ഇച്ചിരി വളഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതല്ലാതെ വേറെ ഒന്നും തന്നെ പറ്റിയിട്ടില്ല. ഇപ്പോൾ ആ റൈഡർ ആണെങ്കിൽ പോലും റോഡിലേക്ക് തന്നെയാണ് വീണത്. പക്ഷേ ആ റൈഡറിന് ഈ റൈഡിങ് ജാക്കറ്റും കാര്യങ്ങളും റൈഡിങ് ഗിയേഴ്സ് ഒന്നും തന്നെ ഇല്ലായിരുന്നെങ്കിൽ ആ റൈഡറിനും ശരിക്കും പറ്റിയായിരുന്നു തന്നെ. അപ്പോൾ ഞാനിത് പറയാൻ വേണ്ടി ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ റൈഡിങ് ഗിയറിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ കൂടുതലാണ്. ബിക്കോസ് നമ്മുടെ ആദ്യത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ ഈ കൈയുടെ ഭാഗം, കാൽപാദം, മുട്ട്, ഷോൾഡർ, ഇതാണ് നമുക്ക് ആദ്യം പോകുന്ന സാധനങ്ങൾ. പിന്നെ ഹെൽമെറ്റ്, തല, ഇതൊക്കെയാണ് നമ്മുടെ ആദ്യം 3 സാധനങ്ങൾ. അപ്പോൾ ഈ 4 ഭാഗങ്ങളിൽ നമുക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. ബിക്കോസ് കാലിൻ്റെ ബൂട്ടും മുട്ടിലെ ചിരട്ടയും ഇത് രണ്ടും നമ്മൾ ശരിക്കും നോക്കിയില്ലെങ്കിൽ വൻതോതിൽ നമുക്ക് റെസ്റ്റ് എടുക്കേണ്ടി വരും. ഭയങ്കരമായിട്ടും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ടാവും. അതുകൊണ്ട് നമ്മുടെ ഈ മുട്ടും ബൂട്ടും കൈയും ഇവിടെയൊക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്. ബിക്കോസ് ഞാനിപ്പോൾ ആ റൈഡിങ് ജാക്കറ്റ് ഇട്ടില്ലായിരുന്നെങ്കിൽ എൻ്റെ മുട്ട് പോവും, എൻ്റെ ഇവിടെയുള്ള തൊലി മൊത്തം പോയാൽ. അതുകൊണ്ടാണ് ഇതിൻ്റെയൊക്കെ ഉപയോഗങ്ങൾ വളരെ കൂടുതലാണെന്ന് പറയണത്. ഇതിപ്പോൾ നമ്മൾ എത്ര സൂക്ഷിച്ച് പോയി കഴിഞ്ഞാൽ പോലും നമുക്ക് വരാനുള്ളത് ആ സമയത്ത് വരും. അപ്പോൾ ആ വരുന്ന സമയത്ത് ബിക്കോസ് അത്യാവശ്യം ഞങ്ങൾ നല്ല പയ്യാണ്, 50 കിലോമീറ്റർ സ്പീഡിൽ അങ്ങനെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത് അവിടെ. പക്ഷേ ഞങ്ങൾക്ക് പെട്ടെന്ന് ഇങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടായൊരു സംഭവമാണ്. വളരെ പെട്ടെന്നായിട്ടുള്ള ഇൻസ്റ്റിങ്ക്റ്റിൽ ഉണ്ടായൊരു സംഭവത്തിൽ നമുക്ക് റിയാക്ഷൻ ടൈം വളരെ കുറവായിരിക്കും. എനിക്ക് മെയിനായിട്ട് റിയാക്ഷൻ ടൈം ഒന്നും തന്നെ ഇല്ലായിരുന്നു. ബിക്കോസ് 50-60 കിലോമീറ്റർ പുള്ളിക്കാരൻ പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചിട്ട് എൻ്റെ സൈഡിലേക്ക് ആയി കഴിഞ്ഞപ്പോൾ എനിക്കിനകത്തൊന്നും ചെയ്യാനില്ല. ബിക്കോസ് നമ്മുടെ ബുള്ളറ്റാണ്, ഒരു 50 കിലോമീറ്റർ പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചാൽ എന്നാലും ഒരു സേഫ് ഡിസ്റ്റൻസിൽ പോയിട്ടാണ് വണ്ടി നിൽക്കത്തുള്ളൂ, ഒരു ഇച്ചിരി പോലും. പക്ഷേ സഡൻ ബ്രേക്ക് പിടിച്ചിട്ട് പോലും സഡൻ ബ്രേക്ക് പിടിച്ചതുകൊണ്ട് വലിയ ഇടി നടന്നില്ല, അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ ഇടി നടന്നേനെ. ഇതിപ്പോൾ വളരെ ചെറുതായിട്ട് പോയി ഇടിച്ചു. പിന്നെ ഞങ്ങൾക്ക് മെയിനായിട്ട് പറ്റിയ ഇടിയെന്നും ഞങ്ങളുടെ റൈഡിങ് കേസിൽ പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ റോഡിൽ ഇച്ചിരി ഡ്രാഗായി. ആ ഒരു കാരണം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ഒന്നും തന്നെ നമുക്ക് പറ്റില്ലായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. ആ ഒരു സമയത്തുള്ള ആ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് അത് എന്നാണേലും പറ്റും. നമ്മളിപ്പോൾ എത്ര സേഫായിട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്ന് കയറിയാലും നമുക്കായിരിക്കും പറ്റുന്നത്. ബിക്കോസ് ആസ് എ റൈഡർ നമ്മളായിരിക്കും ആദ്യമേ റോഡിൽ പോകുന്നത്. വേറെ വണ്ടിക്ക് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ വണ്ടിക്ക് എന്തെങ്കിലും പറ്റത്തുള്ളൂ. വണ്ടിക്ക് വരുന്ന പണികളൊക്കെ നമുക്ക് ശരിയാക്കാനേ ഉള്ളൂ. കാരണം അത് വരും പോവും എന്നുള്ളൊരു വണ്ടിയായി തട്ടിയും മുട്ടിയൊക്കെ ഇരിക്കും എന്ന് പറയുന്ന പോലെ അതൊക്കെ നമുക്ക് ശരിയാക്കാം. പക്ഷെ നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അത് വളരെ കുറേ നാളത്തേക്കുള്ള റെസ്റ്റുകൾക്കും കാര്യങ്ങൾക്കും എല്ലാം ഇതായിരിക്കും. ഇപ്പോൾ എന്തായാലും ഞാൻ പണിക്ക് കയറിയിട്ടുണ്ട്. പൂർവാധികം ശക്തിയോടുകൂടെ ഞാനത് ഇറക്കി കഴിഞ്ഞിട്ട് അടുത്ത റൈഡുകളിൽ എന്തായാലും പിടിക്കുന്നതായിരിക്കും. അപ്പോൾ എനിക്കിത്ര ഈ ഒരു വീഡിയോയുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈഡിങ് ഗിയേഴ്സ് എത്രത്തോളം സേഫ്റ്റി നിങ്ങൾക്ക് തരുന്നുണ്ടെന്നും റൈഡിങ് ഗിയേഴ്സിൻ്റെ ഉപയോഗവും കാര്യങ്ങളും ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്. ബിക്കോസ് റൈഡിങ് ഗിയേഴ്സ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന റൈഡിങ് ഗിയേഴ്സ് പോകാനായിട്ടാണ്. ബിക്കോസ് ഇങ്ങനത്തെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റൈഡിങ് ഗിയേഴ്സ് പൊക്കോട്ടെ, നമുക്കൊന്നും പറ്റരുത്. ബിക്കോസ് നമ്മൾ നോക്കിയില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ നമ്മളെ സേഫ് ആക്കിക്കൊണ്ട് നമ്മൾ റൈഡിങ് ഗിയേഴ്സ് ഓടിച്ചു കഴിഞ്ഞാൽ, കാരണം ഇറ്റ്സ് എ മെറ്റീരിയൽ, അത് റോഡിൽ ഉരഞ്ഞു പോവുകയും എവിടെയെങ്കിലും പറ്റിക്കഴിയുമ്പോൾ അത് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടുന്ന സാധനങ്ങളാണ്. അതുകൊണ്ട് ഏത് റൈഡിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ റൈഡിങ് ഗിയേഴ്സും കാര്യങ്ങളൊക്കെ ഇട്ട് വേണം പോകാനായിട്ട്. ഇത് ആയിരുന്നു എൻ്റെ ഒരു ചെറിയൊരു ഉപദേശം, ചെറിയൊരു ഇൻഫർമേഷൻ ഞാൻ നിങ്ങൾക്ക് പാസ് ചെയ്യുന്നേ ഉള്ളൂ. കാരണം ഇതിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ വലുതാണ്. ഇത് വന്ന് കഴിഞ്ഞിട്ട് അയ്യോ എനിക്ക് ആ റൈഡിങ് ഗിയർ ഉണ്ടായിരുന്നെങ്കിൽ, ബിക്കോസ് ഞാനത് പറയുകയാണ്, ബിക്കോസ് ഞാൻ ആ റൈഡിങ് ഗ്ലൗ ഇടുമായിരുന്നെങ്കിൽ എനിക്കിതുപോലും പറ്റത്തില്ലായിരുന്നു. ഞാനത് പിന്നീടാണ് ആലോചിച്ചത്. ബിക്കോസ് റൈഡിങ് ഗ്ലൗ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊന്നും പറ്റത്തില്ലായിരുന്നല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ് ചെയ്തത്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾക്കുണ്ടാവാതിരിക്കട്ടെ, ഇങ്ങനൊരു സംഭവമേ നിങ്ങൾക്കുണ്ടാവാതിരിക്കട്ടെ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു അപകടങ്ങളോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്കുണ്ടാവാതിരിക്കട്ടെ. അതിനുവേണ്ടി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു ചെറിയ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ആ ബെൽ ബട്ടൺ എന്തായാലും അടിച്ചു പൊളിക്കുക. എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കത്തുള്ളൂ. ഇനി വണ്ടിയുടെ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വ്ളോഗ് നമുക്ക് കാണാം. ആ വണ്ടി ഇറക്കുമ്പോൾ ഞാൻ ആ വണ്ടിയിൽ എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യങ്ങളും കൂടെ നിങ്ങളോട് പറയുന്നതായിരിക്കും. അപ്പോൾ ഇറ്റ്സ് മീ ദെൻ ബില്ലിം ബ്രദർ വ്ളോഗ് സൈനിങ് ഓഫ്.